2025 ആദ്യ ബഡ്ജറ്റാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. ആ ബഡ്ജറ്റിൽ ടാക്സ് എക്സംഷൻ ഉണ്ട് 12 ലാക്സ് വരെ എന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് വന്നു. പക്ഷേ സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ടേബിളും ഒരുപാട് ഇൻഫർമേഷനും എല്ലാം കണ്ടിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. എന്താണ് ഇതിൽ ശരിക്കും പറയുന്നതെന്നുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഡോക്യുമെൻ്റാണിത്. ഈ ഡോക്യുമെൻ്റ് ബേസ് ചെയ്തിട്ട് ഇതിൽ എക്സാമ്പിൾസ് ഉണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം എന്തായിരിക്കും നമ്മുടെ ടാക്സ് എന്നുള്ളത്. സോ എന്താണ് പഴയ ടാക്സ് സിസ്റ്റവും പുതിയ ടാക്സ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം? അപ്പം ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റിബൈറ്റ് ലിമിറ്റ് ഇൻക്രീസ്ഡ് ഫ്രം 7 lakhs to 12 lakhs എന്ന് പറഞ്ഞാൽ 7 ലക്ഷം വരുമാനമുള്ള ഒരാൾക്ക് ടാക്സ് കൊടുക്കണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ 12 ലക്ഷം വരെ വരുമാനമുള്ള ആൾക്ക് ടാക്സ് കൊടുക്കണ്ട എന്നർത്ഥം. അതാണ് നോ ടാക്സ് ഓൺ ഇൻകം അപ് ടു 12 lakhs അണ്ടർ ദ ന്യൂ റിജീം. ഇപ്പം ന്യൂ റിജീം പ്രകാരം 12 lakhsന് താഴെയുള്ള 12 lakhsോ അതിന് താഴെയുള്ള ഒരാൾക്ക് ടാക്സ് കൊടുക്കേണ്ട എന്നർത്ഥം. മോർ സേവിങ് ആണ്, സിമ്പിൾ ടാക്സ് ഫയലിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ഓൾഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യും. ഓൾഡ് സിസ്റ്റം നമ്മൾ എക്സാമ്പിൾസ് വെച്ച് താഴോട്ട് കാണും. ഓൾഡ് സിസ്റ്റത്തിൽ നമുക്ക് 80Cയിൽ 1.5 lakhsന് എക്സംഷൻ, ഹൗസ് റെൻ്റ് അലവൻസ്, HRA, മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നാൽ പുതിയ സിസ്റ്റത്തിൽ പുതിയ ന്യൂ റിജീം സിസ്റ്റത്തിനകത്ത് അത് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ടാക്സുകൾ കുറവായിരിക്കും. നമുക്കൊരു ജസ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പം എൻ്റെ സാലറി എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണെങ്കിൽ 12 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക എൻ്റെ ഇത്. സോ ഞാൻ ഇപ്പോഴത്തെ സിസ്റ്റം ബേസ്, ഇപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ വന്ന സിസ്റ്റം ബേസ് ആയിട്ടാണ് പറയുന്നത്. ഇനി 0 to 4 lakhs വരെ ഉള്ള ഫസ്റ്റത്തെ 4 ലക്ഷത്തിന് ഒരു ടാക്സും കൊടുക്കണ്ട, 0% ആണ് എന്നർത്ഥം. അതായത് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അടുത്തത് 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ വരുന്ന രണ്ടാമത്തെ 4 ലക്ഷത്തിന് 5% ടാക്സ് കൊടുക്കണം. 5% അതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന 4 ലക്ഷത്തിൻ്റെ 5%, അതായത് രണ്ടാമത് വരുന്ന 4 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 20,000 രൂപ ടാക്സ് കൊടുക്കണം എന്നർത്ഥം. ഇനി 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ വരുന്നത്, അപ്പോൾ ആ മൂന്നാമത്തെ 4 ലക്ഷം അതിന് 10%. അപ്പം മൂന്നാമത്തെ 4 ലക്ഷം എന്ന് പറയുമ്പോൾ 8 മുതൽ 12 വരെയുള്ളതിൻ്റെ 10% എന്ന് പറയുമ്പോൾ ആ 4 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 40,000 രൂപ. അപ്പോൾ നമ്മൾ ഇതാണ് ഒരു 12 ലക്ഷം വരുമാനമുള്ള ഒരാൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞാൽ മുന്നേ 60,000 രൂപയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററുടെ ബഡ്ജറ്റ് പ്രകാരം അതിൽ റിബൈറ്റ് എന്ന് പറഞ്ഞ സബ്ബുണ്ട്. സെക്ഷൻ 87A പ്രകാരം റിബൈറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് എക്സംഷനാണ് റിബൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റിബൈറ്റ് സെക്ഷൻ 87A പ്രകാരം നമുക്ക് ശരിക്കും കൊടുക്കേണ്ട ടാക്സ് 60,000 രൂപയാണ് നമ്മൾ ഈ 12 ലക്ഷത്തിന് കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത്. പക്ഷേ റിബൈറ്റിൽ 87A പ്രകാരം ഇന്നത്തെ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞു, ഓക്കെ 12 ലക്ഷത്തിന് നിങ്ങൾ 60,000 കൊടുക്കണമായിരുന്നു, പക്ഷേ നിങ്ങൾ 12 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് ആ 60,000 ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ 60,000 മൈനസ് 60,000 നമ്മൾ 12 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ടാക്സ് കൊടുക്കേണ്ട, അതായത് 0% ആണ്, അല്ലെങ്കിൽ 0 rupees ആണ് എൻ്റെ ഫൈനൽ ടാക്സ് പേബിൾ എമൗണ്ട്. ഈ മൈനസ് 60,000 വരാനുള്ള കാരണം എന്താ? എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 12 lakhs ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് താഴെ. ഇപ്പോൾ 12 lakhs അതിൻ്റെ എക്സാമ്പിൾ എടുത്തു എന്നേ ഉള്ളൂ. അതിപ്പോൾ 10 lakhs ആണെങ്കിലും ഇതുതന്നെയാണ് കേസ് വരുന്നത്, ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത്. ഇനി ഇതേ കേസ് ഒരു 18 ലക്ഷം 18 lakhs ആണ് ഒരാളുടെ ഇൻകം എങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 0 to ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് 0% ആണ്, അത് 0.
രണ്ടാമത് വരുന്ന 4 മുതൽ 8 ലക്ഷത്തിന് 5% ടാക്സ്. അങ്ങനെ വരുമ്പോൾ 20,000 രൂപ. ഇനി 8 മുതൽ 12 ലക്ഷത്തിന് 10% ടാക്സ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ 40,000 രൂപ. അവിടെ ആ ഭാഗത്ത് 40,000 രൂപ വരും. 12 മുതൽ 16 ലക്ഷം വരെ ഉള്ളതിന് 15% ടാക്സ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന ഈ 4 ലക്ഷത്തിന്, അതായത് 12 മുതൽ 16 ലക്ഷം വരുന്ന 4 ലക്ഷത്തിന് 4 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുമ്പോൾ 60,000 രൂപ. ഇനി ലാസ്റ്റ് വരുന്ന 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 മുതൽ 18 വരുന്നത് 2 ലക്ഷം രൂപയാണ്. ആ അവസാനത്തെ 2 ലക്ഷം രൂപക്ക് 20% ടാക്സ്, അതായത് 40,000 രൂപ ടാക്സ് വരും. അപ്പോൾ നമ്മളിത് ടോട്ടലായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ടാക്സ് ഞാൻ അടക്കേണ്ട, എൻ്റെ 18 ലക്ഷം വരുമാനമുണ്ടെങ്കിൽ ഞാൻ അതിന് അടക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞാൽ 1,60,000 ആണ്. ഇത് ഞാൻ അടക്കണം. ഇത് എക്സംപ്റ്റഡ് അല്ല. കാരണം എന്താ? എൻ്റെ ഇൻകം 18 ലക്ഷം 12ൻ്റെ മുകളിൽ പോയി. 12ൽ മുകളിൽ പോയാൽ ഈ കാൽക്കുലേഷൻ വാലിഡ് ആകും. ഇത് കണ്ടിന്യൂ ചെയ്തു പോയിട്ട് അവസാനം എന്ത് ഫിഗറാണോ നമുക്ക് വരുന്നത് ആ ഫിഗർ നമ്മൾ അടക്കണം അക്കോർഡിംഗ് ടു ദിസ് ടേബിൾ. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻകം 12 ലക്ഷം ആയത് കാരണം നമുക്ക് ഇതേ ടാക്സ് കാൽക്കുലേഷൻ 12 ലക്ഷം വരെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ നോക്കിയാൽ 12 ലക്ഷം വരെ ടാക്സ് കാൽക്കുലേഷൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മളെല്ലാം കൂട്ടിയപ്പോൾ നമുക്ക് 60,000 എന്ന് കിട്ടി. പക്ഷേ നമ്മൾ 12 ലക്ഷത്തിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് 60,000 എക്സംപ്റ്റഡ് ആയി. പക്ഷേ 12 കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ 18 ലക്ഷം വരെ ഈ പെർസെൻറ്റേജ് പ്രകാരമുള്ള കാൽക്കുലേഷൻ വരും. അങ്ങനെ വരുമ്പോൾ 1,60,000 അവസാനം വരും. ഇതിൽ എക്സംഷൻ വരില്ല. ഈ എമൗണ്ട് ആൾ അടക്കണം. അപ്പോൾ സാധാരണക്കാരായ ഒരാൾ ചിലപ്പോൾ ചിന്തിക്കാം, ആദ്യത്തെ 12 ലക്ഷത്തിന് 60,000 ടാക്സാണ്, സമ്മതിച്ചു. പക്ഷേ 18 ലക്ഷത്തിന് 1,60,000 വരുമ്പോൾ ഇതിൽ നിന്ന് ആ 12 ലക്ഷത്തിൻ്റെ 60,000 കുറച്ചുകൂടെ എന്ന് ചോദിക്കാം. കുറക്കാൻ പറ്റില്ല. അങ്ങനെയല്ല പുതിയ റൂള് പറയുന്നത്. ഈ 1,60,000 നമ്മൾ അടക്കണം. നമ്മൾ 12ൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിലാണ് നമുക്ക് ഫുള്ളായിട്ട് പോകുന്നത്. പക്ഷെ 12 വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിൾ പ്രകാരമുള്ള കാൽക്കുലേഷൻ വർക്കാവും. അത് 18 ലക്ഷം ആണെങ്കിൽ 20 ലക്ഷം ആണെങ്കിൽ ഇതിനനുസരിച്ച് ടാക്സ് 0, 5, 10, 15, 20, 25, 30 അങ്ങനെ മുകളിലോട്ട് കയറി പോകും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ടേബിൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹയർ എമൗണ്ടുകളിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആലോചിക്കേണ്ട, 1,60,000 നിന്ന് 60,000 കുറച്ചിട്ട് ബാക്കി 1 അടച്ചാൽ മതി എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം 60 നമ്മൾ എന്തുകൊണ്ടാണ് കുറക്കുന്നത്? ആദ്യത്തെ 12 ലക്ഷത്തിന് 60,000 ഉണ്ട്, അപ്പോൾ അത് കുറച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ 18 നിന്ന് 1,60 വരുന്ന സമയത്ത് 60 കുറക്കാലോ? ഇല്ല, അങ്ങനെയില്ല. അതാണ് ന്യൂ ടാക്സ് റെജിമിൽ. നമ്മൾ 12ൻ്റെ ഉള്ളിലാണെങ്കിൽ ആ 60 നമുക്ക് മൈനസ് ചെയ്ത് തരും. പക്ഷേ 12 കഴിഞ്ഞിട്ടാണ് പോയതെങ്കിൽ അത് മൈനസ് ചെയ്യില്ല. ഈ പറഞ്ഞ പ്രൊപ്പോർഷൻ അത് ആഡ് ചെയ്ത് വരും. അവസാനം എന്ത് എമൗണ്ടാണോ വരുന്നത് അത് നമ്മൾ അടക്കണം എന്നർത്ഥം. ഇതാണ് പുതിയ ടാക്സ് റെജീം സിസ്റ്റം ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ ഈ 12 ലക്ഷത്തിന് വരുന്ന 60,000 രൂപ എക്സംപ്റ്റഡ് ആയിട്ട് വന്നു. 0%, അത് 60,000 ടാക്സിബിൾ കാൽക്കുലേഷൻ വന്നു. പക്ഷെ 60,000 അടക്കണ്ട എന്ന് പറഞ്ഞു. കാരണം നമ്മൾ 12 ലക്ഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. മുന്നത്തെ, അതായത് 2024ലും 2023ലൊക്കെ ഉള്ള പുതിയ റെജീം പ്രകാരം ആ സ്ലാബ് എന്ന് പറയുന്നത് 7 ലക്ഷമായിരുന്നു. അപ്പോൾ 7 ലക്ഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ടാക്സാണ് വരുന്നത് അത് അടക്കണ്ട. അതിപ്പോൾ കൂട്ടിയിട്ട് എങ്ങോട്ടാക്കി? 12 ലക്ഷത്തിൻ്റെ സ്ലാബിലോട്ട് മാറ്റി. 12 ലക്ഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ടാക്സ് വരുന്നോ അത് നമ്മൾ അടക്കണ്ട എന്നാണ് രീതിയാക്കി. അതുകൊണ്ടാണ് 2 എക്സാമ്പിൾ എടുത്തത്. ഒന്ന് 12 ലക്ഷത്തിൻ്റെ എക്സാമ്പിൾ എടുത്തപ്പോൾ 0 പേയ്മെൻറ്റ് ഓഫ് ദ ടാക്സ്. 18 ലാക്സിൻ്റെ എക്സാമ്പിൾ എടുത്തപ്പോൾ ഈ കാൽക്കുലേഷൻ അതേപോലെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ പറഞ്ഞ 0, 5, 10 കണ്ടിന്യൂ ചെയ്യും. പക്ഷേ 12ൻ്റെ മുകളിലായതുകൊണ്ട് 0, 5, 10, 15, 20 കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് 1,60 കിട്ടും. ആ 1,60 നമ്മൾ അടക്കണം. ഇനി നമ്മൾ ഈ ഓൾഡ് ടാക്സ് റെജീം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ ടാക്സ് റെജീമിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ അതിൽ ഒരേ ഒരു വ്യത്യാസം എന്നുള്ളൂ, മുന്നേ 7 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആയിരുന്നു, അതിപ്പോൾ 12 ലക്ഷത്തിലോട്ട് മാറി എന്നർത്ഥം. ഇനി ഈ ഓൾഡ് റെജീം സിസ്റ്റമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്.
ഓക്കെ, എന്താണ് ഈ ഓൾഡ് റിജീം സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്? ഓൾഡ് റിജീം സിസ്റ്റത്തിൽ 12 ലക്ഷം ഇങ്കും 18 ലക്ഷം ഇങ്കും ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 12 ലക്ഷത്തിന് നോക്കാം. 12 ലക്ഷം ഒരാൾക്കുള്ള ഓൾഡ് സിസ്റ്റത്തിൽ 12 ലക്ഷമായിരുന്നു, ഓൾഡ് റിജീമാണ്. ന്യൂ റിജീമിൽ 2 കേസ് വന്നിരുന്നു. 7 ലാക്സ് വരെയായിരുന്നു മുന്നേ എക്സംഷന്, ഇപ്പോൾ അത് 18 ലക്ഷമാക്കി. ഇനി പഴയ റിജീമാണോ നമ്മൾ പുതിയ റിജീമാണോ എടുക്കേണ്ടത് എന്നുള്ള ഡൗട്ടിന് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. 12 ലക്ഷമാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ 12 ലക്ഷം എടുത്തുന്നു. പുതിയ റിജീമിലും 12 ലക്ഷം. പക്ഷേ പഴയ റിജീമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ATC, നമ്മൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ 5 വർഷത്തിന് ചെയ്യും. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ELSS സ്കീമുകൾ നമ്മൾ 3 ഇയേഴ്സിൻ്റെ ലോക്ക് ഇൻ പീരീഡിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 1,50,000 ATC എക്സംഷൻ ഉണ്ട്. അതേപോലെ HRA $50,000 ഉണ്ട്. പിന്നെ 80D വരുന്ന മെഡിക്കൽ റിലേറ്റഡ് ഹെൽത്ത് ഇൻഷുറൻസുകൾ, അതിൻ്റെ ക്ലെയിം കാര്യങ്ങളെല്ലാം വരുന്നത് 80Dയിൽ വരും. അങ്ങനെ എന്തൊക്കെ എക്സംഷൻസ് ഉണ്ട്, ഞാൻ ഒരു ജസ്റ്റ് ഒരു 3 എക്സംഷൻസ് ഇവിടെ എടുത്തു എന്നേ ഉള്ളൂ. നമുക്കിതിൽ കൂടുതൽ എക്സംഷൻസ് ഓരോരുത്തരുടെ പേഴ്സണൽ ഫൈനാൻസ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പോലെ എടുത്തതാണ്. അത് വന്നപ്പോൾ എനിക്ക് 2,25,000 കിട്ടി. പക്ഷേ പുതിയ റിജീമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സംഷൻസും കാണിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഇനി പഴയ റിജീമിൽ ചെയ്യുന്ന ഒരാൾക്ക് 12 ലാക്സ് ഇൻകം, ആദ്യം ഇത്രയും എക്സംഷൻ കാണിച്ചു. അപ്പോൾ 12 ലാക്സ് മൈനസ് 2.25 ലാക്സ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 9.75 ലാക്സ് ആണ് അയാളുടെ ടാക്സബിൾ ഇൻകം ആഫ്റ്റർ ദി ഡിഡക്ഷൻസ്. 9.75 ലാക്സ് ആണ്. പക്ഷേ ന്യൂ റിജീമിലോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അയാൾക്ക് ഡിഡക്ഷൻസ് ഒന്നുമില്ല, സോ ഫുൾ എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇനി ഈ 9.75 ലാക്സിന് നമ്മൾ ടാക്സ് സ്ലാബ് പ്രകാരം റിബേറ്റിന് മുന്നേ നമ്മൾ അടക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1,12,500 1,12,500 റുപ്പീസ് നമ്മൾ ടാക്സ് അടക്കണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് റിബേറ്റ് ഉണ്ടാവില്ല. അതായത് റിബേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആലോചിക്കുക, എക്സംഷൻ ഉണ്ടാവില്ല. നമ്മൾ ഫുള്ളായിട്ട് അത് അടക്കണം. കാരണം ഓൾറെഡി നമ്മൾ എക്സംഷൻസ് എല്ലാം നമ്മൾ ഇവിടെ എടുത്തു പോയി, ഡിഡക്ഷൻസിലെടുത്തു പോയി. പക്ഷേ ന്യൂയിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനത്തെ ഡിഡക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റിബേറ്റ് ആണ്. ഈ റിബേറ്റ് അവിടെ കളിക്കുമ്പോൾ നമ്മൾ 12 ലക്ഷത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് അടയ്ക്കേണ്ട 60,000 രൂപ ഫുള്ളായിട്ട് റിബേറ്റ് ആയിട്ട് പോയി. അതായത് എക്സംപ്റ്റഡ് ആയിട്ട് പോയപ്പോൾ നമ്മൾ അടക്കേണ്ട ടാക്സ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഓൾഡാണോ ന്യൂ ആണോ നല്ലതെന്നുള്ളത് നമ്മളെപ്പോഴും ആലോചിക്കണം. പക്ഷേ പുതിയ സിസ്റ്റം പ്രകാരം 12 ലക്ഷത്തിന് താഴെയുള്ള ഒരാൾക്ക് ന്യൂ സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ്. ATCയിൽ പൈസ ലോക്ക് ചെയ്ത് കിടക്കേണ്ട ആവശ്യമില്ല അല്ല. ATCയിലൊക്കെ 5 വർഷത്തെ 3 വർഷത്തൊക്കെ ലോക്ക് ഇൻ പീരീഡിലോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ വിഷയങ്ങൾ വരും. അപ്പോൾ ഒരു 12 ലക്ഷത്തിന് താഴെയുള്ള ഒരാൾക്ക് എപ്പോഴും ന്യൂ സിസ്റ്റം ആണ്. കാരണം ഇപ്പോൾ 12 ലക്ഷം വരെ ഒന്നും അടക്കണ്ടെന്നർത്ഥം. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനി ഇത് 18 ലാക്സ് കേസസിലോട്ട് നമുക്ക് നോക്കാം. 18 ലാക്സസിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഓൾഡ് റിജീമിൽ ഇതാണ് നമ്മുടെ സംഭവം അല്ലേ. 18 ലക്ഷം, ന്യൂ റിജീമിലും 18 ലക്ഷം. എക്സംഷൻസ് ഞാൻ പറഞ്ഞു, ATC, HRA, 80D എടുത്തപ്പോൾ 2,50,000. ഇത് ഞാനൊരു എക്സാമ്പിൾ ഫിഗർ എടുത്തതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 15,50,000-ന്, അതായത് 18 ലക്ഷത്തിൽ നിന്ന് 2.5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 15,50,000 നമ്മൾ ടാക്സ് അടക്കണം. ആ ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ 15,50,000 വരുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 2,85,000 രൂപയായിരിക്കും. എന്നാൽ പുതിയ ടാക്സ് റിജീമിൽ നേരത്തെ നമ്മൾ പറഞ്ഞു 18 ലക്ഷത്തിന് 1,60,000 ടാക്സ് നമ്മൾ മുന്നേ പറഞ്ഞു അല്ലേ. അപ്പോൾ 1,60,000 അടക്കുന്നതാണോ 2,85,000 അടക്കുന്നതാണോ കൂടുതൽ ലാഭകരം? ഓഫ് കോഴ്സ് 1,60,000 അടക്കണം. ഇവിടെ റിബേറ്റ് ഇല്ലാതെ അല്ലേ, ഇവിടെ നമുക്ക് റിബേറ്റ് ഇല്ല. 12 ലാക്സ് വരെയാണ് റിബേറ്റ് വർക്കാവുള്ളൂ അക്കോർഡിംഗ് ടു 87A പ്രകാരം. റിബേറ്റ് വർക്കാവുന്ന 12 ലാക്സ് വരെയാണ് എക്സംഷൻ. ദാറ്റ് ഈസ് കാൾഡ് റിബേറ്റ്. പക്ഷേ 12 ലാക്സ് വിട്ട് കഴിഞ്ഞാൽ റിബേറ്റ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റത്തെ ടേബിളിൽ 12 ലക്ഷത്തിന് ഞാൻ റിബേറ്റ് എന്ന് എഴുതി. രണ്ടാമത്തെ ടേബിൾ അങ്ങനെ റിബേറ്റ് ഇല്ല. പക്ഷേ റിബേറ്റ് ഇല്ലാഞ്ഞിട്ടും
സെക്കൻഡ് ന്യൂ റിജീമാണ് ചീപ്പറായിട്ട് നിൽക്കുന്നത്. അത് ന്യൂ റിജീമിൽ നമ്മളിതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് എന്ന് പറയുന്നത് 1,25,000 നമ്മുടെ പോക്കറ്റിലോട്ട് വരുന്നർത്ഥം, ടാക്സബിൾ അല്ല എന്നർത്ഥം. അപ്പോൾ 12 lakhs വരെയുള്ള ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ടാക്സ് റിജീമിൽ പോവുക, 12 lakhs ഫുൾ എക്സംപ്റ്റഡ് കിട്ടും. പക്ഷേ 12 lakhs കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ എക്സംഷൻ എടുത്ത് നോക്കിയിട്ട് നമുക്ക് എത്രയാണ് ടാക്സ് വരുന്നത് നോക്കുക, ന്യൂ റിജീം എടുത്ത് നോക്കിയിട്ട് നമുക്ക്, കാരണം ഇവിടെ റിബേറ്റ് വർക്കാവുന്നില്ല, റിബേറ്റ് വർക്കാവാതെ ഇതാണ് കുറയുന്നതെങ്കിൽ നമുക്ക് ന്യൂ റിജീമിലോട്ട് പോകാം. ഇനി അതല്ല, ഒരാൾക്ക് ചിലപ്പോൾ ഒരുപാട് എക്സംഷൻസ് ക്ലെയിം ചെയ്യണം. അപ്പോൾ ATC ഉണ്ട്, HRA ഉണ്ട്, ATD ഉണ്ട്, ഹോം ലോൺസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്ലെയിം കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ടാക്സബിൾ ഇൻകം ആഫ്റ്റർ ദ ഡിഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയും. മേ ബി അതൊരു 10 lakhs വന്നാൽ ഈ എമൗണ്ട് 2,85,000 എന്ന് പറയുന്നത് ഒരു 1,20,000 കുറഞ്ഞാൽ അതൊക്കെ ഓൾഡ് റിജീമാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ 12 lakhs എബോവ് പോകുമ്പോൾ നമുക്ക് ഓൾഡ് ആണോ ന്യൂ ആണോ എന്നുള്ളത് നോക്കണം. കാരണം നമുക്ക് റിബേറ്റ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമുക്ക് ന്യൂ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓൾഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡിഡക്ഷൻസിൻ്റെ അളവിനനുസരിച്ചിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെയും പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് വന്നാൽ, ഈ പറഞ്ഞ പോലെ ഒരു 2.5 ലക്ഷം വരെ ഡിഡക്ഷൻസ് വന്നാൽ പോലും ന്യൂ സിസ്റ്റമാണ് ബെറ്റർ. കാരണം 1,60,000 അടച്ചാൽ മതി. പക്ഷേ ഇവിടെ വരുമ്പോൾ 2,85,000 രൂപ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിൽ നിന്നുള്ള ഒരു മെയിൻ ഹൈലൈറ്റ് എന്താ, ഫോർ 12 lakhs ഇൻകം ന്യൂ ടാക്സ് റെജീം എലിമിനേറ്റ് ടാക്സ് കംപ്ലീറ്റ്ലി ഡ്യൂ ടു റിബേറ്റ്. ആ വേർഡാണ് അവിടെ ഉണ്ട്, റിബേറ്റ്. ആ റിബേറ്റ് വന്നത് കാരണം നമുക്ക് ഫുള്ളായിട്ട് ആ 12 lakhs നമ്മുടെ കയ്യിലോട്ട് വരും. 18 lakhs ആകുന്ന സമയത്ത് ന്യൂ ടാക്സ് റെജീം പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് കാൽക്കുലേഷൻ ATC, HRA, ATD എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ 1,25,000 എക്സ്ട്രാ നമ്മളെ പോക്കറ്റിൽ വരും. ഓൾഡ് റിജീം ഈസ് ബെറ്റർ ഇഫ് യു മാക്സിമൈസ് ദ ഡിഡക്ഷൻസ് ലൈക്ക് ATC, HRA, മെഡിക്കൽ ഇൻഷുറൻസ്, വേറെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിഡക്ഷൻസ് കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമേ ഓൾഡ് റിജീം ബെറ്റർ ആവുള്ളൂ. എബോവ് 12 lakhs. ന്യൂ റിജീം ഈസ് സിംപ്ലർ വിത്ത് ലോവർ ടാക്സ് റേറ്റ് ബട്ട് നോ ഡിഡക്ഷൻസ്. ഇത് പറയുന്നത് 18 ലക്ഷത്തിൻ്റെ കേസിലാണ്. 18 ലക്ഷത്തിൻ്റെ കേസിൽ റിബേറ്റ് വരില്ല, 12 ലക്ഷം വരെ റിബേറ്റ് വരും. ഓക്കെ, ഐ ഹോപ്പ് യു ഗെറ്റ് സം ക്ലാരിറ്റി ബിറ്റ്വീൻ വാട്ട് ഈസ് ന്യൂ ടാക്സ് സിസ്റ്റം ആൻഡ് വാട്ട് ഈസ് ഓൾഡ് ടാക്സ് സിസ്റ്റം. ഈ ന്യൂ ടാക്സ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ന്യൂ റിജീമിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 lakhs കട്ട് ഉണ്ടായിരുന്നത് 12 വരെ. അപ്പോൾ 12ൻ്റെ ഉള്ളിൽ എത്ര ടാക്സ് ആണോ അക്യൂമുലേറ്റ് ചെയ്ത് വരുന്നത് അത് നമ്മൾ അടക്കണ്ട എന്നർത്ഥം. പക്ഷേ 12ന് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യണം, എൻ്റെ ഡിഡക്ഷൻസ് കൂടുതലാണെങ്കിൽ ഓൾഡിലോട്ട് പോകാം. ഇനി ഡിഡക്ഷൻസ് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് HRA ഉണ്ട്, ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഒരു ബേസിക് ടേം ഇൻഷുറൻസ് ഉണ്ട്, ഒരു 1.5 lakhs ഡെപ്പോസിറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ന്യൂ ടാക്സ് റിജീമാണ് അവിടെ ചീപ്പറായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതൽ പേര് ന്യൂ ടാക്സ് റിജീമിലോട്ട് എടുക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ഇതിൽ നിന്ന് ഒരൊറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഹൈലൈറ്റ് പറയുന്നത് 12 lakhs വരെ ഉള്ളവർക്ക് ടാക്സ് അടക്കണ്ട എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് 12 lakhs എന്ന് പറയുന്നത് 1 lakh ഇൻകം ഇന്നൊരു ലോവർ മിഡിൽ ക്ലാസ് ആളിൻ്റെ കയ്യിലെ പോക്കറ്റിൽ വരും. സോ ദാറ്റ് ഇസ് എ ഹ്യൂജ് എമൗണ്ട് അല്ലേ, ദാറ്റ് ഇസ് റിയലി എ ഹ്യൂജ് എമൗണ്ട് ഫോർ എ കോമൺ മാൻ. അതുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ആ എമൗണ്ട് വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ സാധാരണക്കാർക്ക് കുറച്ച് താഴ്ന്ന ലെവലിൽ സാലറി വാങ്ങിക്കുന്ന ഒരാളുകൾക്ക്, അതായത് അപ് ടു 12 lakhs സാലറി വാങ്ങിക്കുന്ന ഒരാൾക്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഡീൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ടാക്സ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ ചോദിക്കാം. അതേപോലെ ഇത് അറിയാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്ക് വരെ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.